കർത്താവായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നല്ല വീടെന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകളും രക്ഷപ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീരണം എന്നുള്ള ഒരു വലിയ ആത്മഭാരത്തോടെ ഈ പരിപാടി പ്രാർത്ഥനയോടുകൂടി അവതരിപ്പിച്ചു വരികയാണ്. ദൈവത്തിന്റെ മക്കളായ നിങ്ങൾ സഹോദരൻ മോഹൻ സി ലാസറസ് അവർക്ക് വേണ്ടിയും യേശു വിടുവിക്കുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നടത്തുന്ന പ്രാർത്ഥന കേട്ട് കർത്താവ് ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി നടത്തിക്കൊണ്ടുവരുന്നു. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളൊരു സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനും യേശുക്രിസ്തുവിൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ നേടി വിജയകരമായ ജീവിതം നയിക്കാനും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം യേശു വിടുവിക്കുന്നു ശുശ്രൂഷയിലുള്ള മറ്റു ശുശ്രൂഷകരും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു വരുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കാതെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്തോത്രം അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിലൂടെ യേശുക്രിസ്തുവിനെ അറിയിക്കുക. കർത്താവിന്റെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുക. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. സന്തുഷ്ട കുടുംബം. തം തനനം തനനനം തം തനനം തനതനനം തം തനനം തനതനനം തം തം തനനം തം തനനം തം തനനം തം തനനം തം തനനം തം. അതിരാവിലെ ഉണരും അവൾ യേശുവെ സ്തുതിക്കും അവൾ. അതിരാവിലെ ഉണരും അവൾ യേശുവെ സ്തുതിക്കും അവൾ. കഠിനമായി പ്രയത്നിച്ച് കുടുംബത്തെ ഉയർത്തും പെണ്ണേ. ഗുണവതി നീ ഓ പെണ്ണേ. ഗുണവതി നീ ഓ പെണ്ണേ. ഗുണവതി നീ. ജ്യോതി ചേച്ചി. ഇടാ, നമ്മൾ ഇന്നലെ മൊബൈൽ കടയിൽ പോയില്ലായിരുന്നോ? അതെ, സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ പോയി. ആ കടക്കാരൻ എൻ്റെ ഫോൺ ബാറ്ററി എടുത്ത് മാറ്റി. അതെങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്? അവൻ ആ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ തന്നെ 5 മിനിറ്റ് എടുത്തു. പിന്നെ എങ്ങനെയാ? അവൻ നമ്മുടെ മുന്നിൽ ചൊട്ടിച്ചാൽ പോരായിരുന്നോ? അവൻ എന്തിനാ അകത്തെടുത്തുകൊണ്ട് ഒട്ടിച്ചത്? എടാ, പുറത്തു നല്ല തിരക്കായിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും അകത്ത് പോയി ഒട്ടിച്ചത്. അല്ലടാ, ഇന്നലെ രാത്രി മുതൽ മൊബൈൽ ശരിയല്ല. അതിന് നീ എന്തിനാണ് ബാറ്ററി മാറ്റിയിട്ടാണെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാടാ. എടാ, നീ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞാണ് ഈ സംസാരിക്കുന്ന മൊത്തം. ഇത് തീരെ ശരിയല്ല കേട്ടോ. നിനക്കെന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടായത് എനിക്കല്ലേ? ഹ, ശരി, അതൊക്കെ പോട്ടെ. നിനക്കെന്തോ ഇന്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? നീ പോയിരുന്നോ? എന്തായി? പോയായിരുന്നു. ജോലി ഉറപ്പുമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരുത്തനുണ്ടല്ലോ. ആര്? നീ തല അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞ അവനാണ്? അതേടാ, അവൻ തന്നെ. അവൻ എൻ്റെ ജോലി ഇല്ലാതാക്കാടാ. അവൻ എങ്ങനെയാടാ നിന്റെ ജോലി ഇല്ലാതാക്കുന്നത്? ഞാനവിടെ വെച്ച് അവനെ കണ്ടായിരുന്നു. അവനകത്തുനിന്ന് സംസാരിക്കായിരുന്നു. അത് യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കുന്നേ. അല്ലടാ, അവൻ എന്നെ കണ്ടിട്ടാ എന്തോ പറഞ്ഞത്. ഞാനും അവനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നടക്കാത്ത കാര്യങ്ങൾ നടന്നു പറഞ്ഞാൽ നീ ടെൻഷൻ അടിക്കുന്നത്. നീ ഈ സ്വഭാവം മാറ്റുന്നതാ നല്ലത്. ഇല്ലെങ്കിലേ നിന്റെ ജീവിതം തന്നെ തകരും. മനസ്സിലായോ? നിനക്കല്ലല്ലോ എന്നെ കുറ്റം പറയാനും നേരുള്ളല്ലോ. എന്താ സുരേഷേ താൻ ഇവിടെ ഇരിക്കുന്നേ? എന്തേ? ഞാനിവിടെ ഇരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്ത് പ്രശ്നമാ? നിന്റെ കൂട്ടുകാരനെ ശരീരത്തിന് നല്ല സുഖമില്ലെന്ന് കേട്ടു. ആർക്ക്? രമേശിനോ? അതേടോ, കുറച്ച് സീരിയസ് ആണെന്നാ കേട്ടെ. അതാ നീ ഇവിടെ ഇരിക്കുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചേ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യവാ. ആ, അപ്പൊ ശരി. ആന്റി വിളിച്ചു. എന്താ സുരേഷേ, സുഖമായിരിക്കുന്നോ? ആ, സുഖമായിരിക്കുന്നു ആന്റി. രമേശിന് എന്ത് പറ്റി? അവനിപ്പോ എങ്ങനെയുണ്ട്? അവൻ എന്താ പറ്റിയത്? സുഖമായിരിക്കുന്നല്ലോ. കുഴപ്പമൊന്നുമില്ലേ? അവനെന്തോ സീരിയസ് ആണെന്നാണല്ലോ കേട്ടത്. സുരേഷേ, അവന് 2
ദിവസമായിട്ട് നല്ല കഫക്കെട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അത് കാരണം പറഞ്ഞ് അവൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്തെ. ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുന്നു, ഞാൻ മരിച്ചു പോകും, ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോണെന്ന് പറഞ്ഞ് ദിവസവും എന്നെ ഇട്ട് ശല്യപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവന് ശരിക്കും വയ്യാത്തോണ്ടായിരിക്കും. ആർക്ക്? അവനോ? അവനൊരു ചെറിയ തലവേദന വന്നാൽ പോലും തലയിൽ എന്തോ വലിയ മുഴ വന്നതുപോലെ പറയും. അവനെ ഒന്ന് ഉപദേശിക്കും മോനെ. ആ ശരി ആന്റി. നീ എന്താ കോൾ ചെയ്തത്? എടാ എന്തു പറ്റി നിനക്ക്? ശരീരത്തിന് നല്ല സുഖമില്ലടാ. നീ എന്താ ചെയ്ത്? എന്തോ ഒരു വല്ലാഴിയ, പുറത്ത് പറയാനായിട്ട് പറ്റുന്നില്ല, ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല, ശരീരത്തിനൊക്കെ ഭയങ്കര തളർച്ചയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഹോസ്പിറ്റലിൽ ചെന്നാ ഉടനെ അവർ പിടിച്ചങ്ങ് അഡ്മിറ്റ് ചെയ്യും. അത്രത്തോളം സീരിയസ് ആടാ. അത് സാരമില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഡോക്ടർ എന്താ പറഞ്ഞത്? നീ ചാവാൻ പോവാണെന്നാണോ പറഞ്ഞത്? അല്ലടാ. പിന്നെ എന്തിനാടാ നീ നാളെ ചാവാൻ പോകുന്നവനെ പോലെ നിന്റെ മോന്ത വെച്ചിരിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി അവിടെ കിടത്തി ചികിത്സിക്കുന്നു? എന്നിട്ടിപ്പോ എന്തായി? ഡോക്ടർ എന്താ പറഞ്ഞത്? ഇത് കഫം കെട്ടിയതാ, 2 ദിവസത്തിനുള്ളിൽ ശരിയാവും. അഡ്മിറ്റ് ആണോ ഡോക്ടർ? എന്തിന്? നിങ്ങളെന്താ സീരിയസ് ആയിട്ടിരിക്കുകയാണോ അഡ്മിറ്റ് ആവാൻ വേണ്ടി? നെഞ്ചിൽ കുറച്ച് കഫം കെട്ടിയിട്ടുണ്ട്, എല്ലാം ശരിയാവുന്നേ. എന്തുവാടാ ഇതൊക്കെ? എന്തിനാടാ ഈ നിസ്സാര കാര്യമൊക്കെ ഇങ്ങനെ വലുതാക്കുന്നത്? ഉവ്വ, എന്റെ പ്രശ്നം നിനക്കൊന്നല്ലേ മനസ്സിലാവുള്ളൂ. നീ നിസ്സാരമായിട്ടൊക്കെ പറഞ്ഞു. ബുദ്ധിമുട്ടുന്നത് ഞാനല്ലേ? എടാ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാ. അസുഖം വരാത്ത ആരെങ്കിലും ഉണ്ടോ? നിന്റെ സംസാരം കേട്ടാ തോന്നുന്നല്ലോ നിനക്ക് മാത്രമേ ഈ അസുഖം വന്നിട്ടുള്ളൂ എന്ന്. ആദ്യം ഇതും പറഞ്ഞോണ്ടിരിക്കാതെ വണ്ടി കയറി. നിനക്കെന്തെങ്കിലും ജ്യൂസോ മറ്റോ വേണോ? വേണ്ടടാ. ഐസ് ഇടാതെ കുടിച്ചോന്നേ. ഞാനൊരു മാതള ജ്യൂസ് വരട്ടെ? അയ്യോ വേണ്ട, അവരെന്ത് പാലൊടിക്കും, പഞ്ചസാര ഇടും. എന്റെ വയറിനത് പിടിക്കില്ല. വയറിന് പിടിക്കില്ലെന്നോ? നിന്റെ വയറിനെന്താ കുഴപ്പം? നിനക്കറിയില്ലേ എനിക്ക് അൾസർ വന്ന് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ കാര്യം? അൾസറാണോ അതോ വയറുവേദനയാണോ? വയറുവേദനയാ. വയറുവേദന എന്ന് പറയുന്നത് അൾസർ തന്നെയല്ലേ? അത് നീ തന്നെ അങ്ങ് സ്വയം തീരുമാനിക്കണല്ലേ. എടാ അങ്ങനെയൊന്നും ആയിരിക്കില്ല. നീ ഒരു ജ്യൂസ് കുടിക്കാൻ നോക്ക്. വേണ്ടടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പോടാ. ചേട്ടാ ഒരു മാതള ജ്യൂസ് എടുത്തോ. നീ ഇതെവിടെയാ? നമുക്കൊന്ന് ടൗണിൽ പോയിട്ട് വരാം, വാ. അയ്യോ ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അതെന്താ? നീ എന്താടാ ഒന്നും അറിയാൻ സംസാരിക്കുന്നത്? എനിക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. എടാ നിന്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല, നിന്റെ മനസ്സിനാണ് കുഴപ്പം. ചുമ്മാ എല്ലാം അറിയാവുന്നതിനെ പോലെ സംസാരിക്കരുത്. ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കില്ലല്ലോ. പറയേണ്ട ആളുകൾ പറഞ്ഞാലേ നീ കേൾക്കുള്ളൂ. എന്താ രമേശ്, എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ പോന്നേച്ചി. എന്താ രമേശ് ഇങ്ങനെ പറയുന്നേ? സുരേഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞു, വെറുതെ മനസ്സ് വിഷമിക്കുകയാന്ന്. വിഷമിക്കേണ്ട കാര്യമാണെങ്കിൽ വിഷമിക്കാം, പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? അതെ രമേശ്, ചെറിയൊരു തലവേദനയ്ക്ക് പോലും ക്യാൻസറിന്റെ മുഴയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? ആരെങ്കിലും ഒരാള് നമ്മളെ നോക്കി സംസാരിച്ചാ നമ്മളെ കുറിച്ചാ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ശരിയല്ലെന്നാ അർത്ഥം. ഏറെക്കുറെ ഇതും ഒരു അസുഖം തന്നെയാ. ഇല്ലാത്ത ഒന്നിനെയും നടക്കാത്ത ഒരു കാര്യത്തെയും നടന്നതുപോലെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം ശരിക്കും അപകടമാ. ഇങ്ങനെ പെരുമാറുന്നവർക്ക് ആരുടെ മേലും വിശ്വാസം ഉണ്ടാവില്ല. നീയും ഇങ്ങനെയല്ലേ രമേശ്? ഇല്ലാത്ത ഒരു കാര്യം ഉള്ളതായിട്ട് സങ്കല്പിക്കുന്നു, അതുപോലെ ഇല്ലാത്ത ഒരു അസുഖം ഉള്ളതായിട്ട് സങ്കല്പിക്കുന്നു. ആരും നിന്നെക്കുറിച്ച് സംസാരിക്കാതിരിക്കുമ്പോ നിന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ചിലരുണ്ട് ഒന്നുമില്ലാത്ത നിസ്സാര കാര്യം പോലും ഊതിപ്പെരുപ്പിച്ച് അതൊരു വലിയ കാര്യമാക്കി തീർക്കും. ഇപ്പൊ നീയും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ് രമേശ്.
ഇതിൽ നിന്ന് നീ പുറത്തു വരണം. നിന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ മനസ്സാണ് വീക്കായിരിക്കുന്നത്. ആദ്യം അത് ബലപ്പെടുത്തണം. നിനക്കെല്ലാം സാധിക്കുമെന്ന് വിശ്വസിക്ക്. നിന്നെ ബലപ്പെടുത്തുന്നതിനായി യേശു നിന്റെ കൂടെ തന്നെ ഉണ്ട് രമേശ്. രമേശ്, ബൈബിളിൽ ഒരു വചനമുണ്ട്. അതായത്, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. അതെ രമേശ്, നിനക്ക് യാതൊരു അസുഖവും ഇല്ല, മനോവിഭ്രാന്തി അത്രയുള്ളൂ. നീ നന്നായിരിക്കുന്നു. മനസ്സ് സ്ട്രോങ് ആയി സൂക്ഷിക്ക്. അതിന് യേശു നിന്നെ സഹായിക്കും. യേശു നിന്നെ സഹായിക്കുമെന്നല്ലാതെ നിന്നെ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവരില്ല. നീ സ്വയം പുറത്തു വരണം. നീ സ്വയം പരിശ്രമിക്കണം, തീരുമാനമെടുക്കണം. മനസ്സിലായോ? ശരി ചേച്ചി. സന്തുഷ്ട കുടുംബം. ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങൾക്കിത് പ്രയോജനപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം കർത്താവിന്റെ വചനം പങ്കുവെച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സഹോദരി അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. സന്തുഷ്ട കുടുംബം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ യേശു വിടുവിക്കുന്നു ശുശ്രൂഷയുടെ പേരിൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ആശംസകൾ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം മനോവ്യാധി എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരു മനുഷ്യൻ 2 വിധത്തിലുള്ള വ്യാധികൾ കാരണം ബാധിക്കപ്പെടാറുണ്ട്. ഒന്ന് ശരീരം സംബന്ധിച്ചുള്ളത്, മറ്റൊന്ന് മനസ്സിനെ സംബന്ധിച്ച്. ശരീരാരോഗ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലേക്ക് പോകും, അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിക്കും, ചികിത്സിച്ച് നോക്കാറുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ആ വ്യാധി ഭേദമാകും. മനോരോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എവിടെ പോകും? ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. ഒരു മനോരോഗം എന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. പ്രശ്നങ്ങൾ അധികമാകുമ്പോൾ, അതായത് വീണ്ടും വീണ്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളുടെ മനസ്സിന് ബാധിപ്പുണ്ടാകുന്നു. ദുഃഖമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ ബാധിക്കപ്പെടാറുണ്ട്. ഒറ്റപ്പെടൽ, ആരുടെ സ്നേഹവും എനിക്ക് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ ബാധിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ട് അവർ വേർപിരിഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സ് ബാധിക്കപ്പെടാറുണ്ട്. എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ലല്ലോ, എന്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ തള്ളപ്പെടുമ്പോൾ അവരുടെ മനസ്സിന് ബാധിപ്പുണ്ടാകുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോലിയിൽ പ്രഷർ കൂടുന്ന സമയത്ത്, ജോലി ഭാരം, അത് ഒരു നിശ്ചിത സമയവും കഴിഞ്ഞ് കൂടുതലായിട്ട് ജോലികൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മാനസിക സമ്മർദ്ദം കാരണം ബാധിക്കപ്പെടുന്നു. പിരിമുറുക്കമുള്ള സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ, ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഞെട്ടിക്കുന്ന എന്തെങ്കിലും വാർത്ത കേൾക്കുമ്പോൾ അതിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ കഴിയാതെ അവരുടെ മനസ്സ് ബാധിക്കപ്പെട്ട് അവരൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് തള്ളപ്പെടുന്നു. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ ചിന്തകൾ പ്രധാനമായും ബാധിക്കപ്പെടുന്നു. ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചുകൂട്ടി അവർ നമ്മളെപ്പോലെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റാത്ത ചുറ്റുപാടിലേക്ക് തള്ളപ്പെടുന്നു. അതുമാത്രമല്ല, വൈകാരികമായും അവർ ബാധിക്കപ്പെടുന്നു. അങ്ങനെ വൈകാരികമായി ബാധിക്കപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നോ, ഒന്നുകിൽ അവർ മടിയന്മാരായിട്ടിരിക്കും, എല്ലാവരെയും പോലെ ജോലി ചെയ്യില്ല, ആക്റ്റീവായിരിക്കില്ല, അതായത് മടി പിടിച്ചിരിക്കും, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും, അവരുടെ കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യില്ല. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു തരത്തിലുള്ള കോപം, ആരെ കണ്ടാലും ദേഷ്യപ്പെടും. ഏതു വിധത്തിലാണ് ആ ദേഷ്യം വെളിപ്പെടുത്തുക എന്നറിയില്ല. എല്ലാവരോടും വല്ലാതെ ദേഷ്യപ്പെടും, കണ്ടാൽ തന്നെ നീരസപ്പെടും. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ഭയം എപ്പോഴും ഉണ്ടായിരിക്കും. എന്തിനാ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഭയം തോന്നുന്നു എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിലല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ല, പേടിയാകുന്നു, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു, ഞാൻ മരിച്ചു പോകുമോ, എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ടേയിരിക്കും. വൈകാരികമായിട്ട് അവരുടെ മനസ്സ് ബാധിക്കപ്പെടാറുണ്ട്. ഞാൻ ഈ ലോകത്തിന് ജീവിച്ചിരിക്കില്ല, ഞാൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും, എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനസികമായി തളർന്ന ഒരവസ്ഥയിലാകും. ഭ്രമിച്ചു പോയതുപോലെ ഇങ്ങനെ ഇരിക്കും. ചിലർ ഇറങ്ങി ഓടാൻ നോക്കും,
ചിലരുടെ മാനസിക നില തന്നെ തകരാറിലാകും. അവർ നോർമൽ ആയിരിക്കില്ല. ഇത് മനോരോഗം കൊണ്ടുവരുന്ന ഒരു ബാധിപ്പാണ്. ഇന്ന് ധാരാളം പേർക്ക് ഒരു ഡിപ്രഷൻ ഉണ്ട്. അതായത് ഒരു മനോവ്യാധി, ഒരു മനസ്സമ്മർദ്ദം ധാരാളം പേർക്കുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പലർക്കും അതുള്ളതായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്? എവിടെ പോയാലാണ് നമുക്ക് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുക? എങ്ങനെ ഭേദമാക്കും എന്ന് ചോദിച്ചാൽ, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇത് ശാരീരികമായിട്ടുള്ള ഒരു പോരാട്ടമല്ല, ആത്മീയമായ ഒരു പോരാട്ടമാണ്. മാനസികമായ പോരാട്ടം, ആത്മീയ അനുഭവത്തിലുള്ള ഒരു പോരാട്ടം. ഈ പോരാട്ടത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകണമെങ്കിൽ അതിന് വഴിയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ട്. ഒരു മനുഷ്യൻ ഒരിക്കലും മാനസികാവസ്ഥ മാറ്റാൻ പറ്റില്ല. മനുഷ്യൻ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാനായിട്ട് ഒരു സ്ഥലമുണ്ട്. അതാണ് കുരിശ്. അവിടെയാണെങ്കിൽ ഒരു മനുഷ്യന് മനസ്സ് തുറന്ന് സംസാരിച്ച് നമ്മുടെ മനോദുഃഖങ്ങളെല്ലാം അവിടെ പറഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും അവിടെ ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അകറ്റുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് യേശു. ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ കാരണം നിങ്ങൾ ബാധിക്കപ്പെട്ട് മനോവേദനയോടെ ചിന്തിക്കുന്നുണ്ടാകാം. എന്റെ ദുഃഖങ്ങൾ ആരോട് ചെന്ന് ഞാൻ പറയും? എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ മക്കളും ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ മാതാപിതാക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ആരും സ്നേഹിക്കുന്നേയില്ലല്ലോ, അവർ പറയുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും ഒരുപക്ഷെ അവർക്ക് ശരിയായിരിക്കാം, എന്നെക്കുറിച്ച് ആരും ഓർക്കുന്നേയില്ല എന്നൊക്കെ വിചാരിച്ച് ഇന്നൊറ്റയ്ക്ക് കണ്ണുനീരൊഴുക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടായിരിക്കാം, മുതിർന്നവരുണ്ടായിരിക്കാം, ഭാര്യമാരുണ്ടായിരിക്കാം, പേരൻസ് ഉണ്ടായിരിക്കാം. എത്രയോ പേരുണ്ട് മാനസികമായി ബാധിക്കപ്പെട്ടവർ. ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ മാനസികമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാനസികമായി ബാധിക്കപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ കാണപ്പെട്ടേക്കാം. ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ മാനസികമായി ബാധിക്കപ്പെട്ട് ദുഃഖിച്ചുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം, എന്തിനു ദുഃഖിക്കണം, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ സ്വതന്ത്രനാക്കാൻ ആരുമില്ല, ഞാൻ എവിടെ പോകുമെന്ന് ചിന്തിക്കുകയാണോ? ഭയപ്പെടാതിരിക്കുക. നിങ്ങൾക്കൊരു കർത്താവുണ്ട്. അവനാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നവൻ, നിങ്ങളുടെ മനോവേദനകളെ അകറ്റുന്നവൻ, നിങ്ങളുടെ മനോഭാരങ്ങളെ അകറ്റുന്നവൻ. അതാണ് യേശു പറഞ്ഞത്. യെശയ്യാവ് 53-ാം അധ്യായം 4-5 വചനങ്ങൾ വായിച്ചു നോക്കിയാൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തിനാണ് ഇത്ര ദുഃഖിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കഷ്ടപ്പാടുകളെയും നിങ്ങളുടെ ദുഃഖങ്ങളെയും നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ മാനസികാവസ്ഥയെയും മാറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവനാണ് യേശു. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദുഃഖങ്ങളെയും അവൻ കുരിശിൽ ചുമന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വേദനകളെയും അവൻ കുരിശിൽ ചുമന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും ശരി, എത്രയോ വർഷങ്ങളായി നിങ്ങൾ ചുമന്നുകൊണ്ടുവന്ന ദുഃഖങ്ങളായാലും ശരി, ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖമാണെങ്കിലും ശരി, നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. അവനാണ് യേശു. മുൻപ് ഒരു യുവതി എന്റെ അടുക്കൽ വന്നിരുന്നു. അവൾ ഒരു പാപത്തിന് അടിമയായിരുന്നു. എന്തോ ഒരു മാനസിക വിഭ്രാന്തിയിലായിരുന്നു. അവളോട് 2 ദിവസം ഞാൻ സംസാരിച്ചു. ഒരു മാറ്റമോ ഒരു ചലനമോ ഇല്ല, ഒന്നും സംസാരിക്കുന്നില്ല. എന്തോ ഒരുതരം മാനസിക വിഭ്രാന്തിയോടുകൂടിയാണ് ആ കുട്ടി ഉണ്ടായിരുന്നത്. മോളെ, വായ തുറന്ന് എന്തെങ്കിലും സംസാരിക്കേ, ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കുമോളെ എന്നൊക്കെ എത്രയോ പറഞ്ഞു നോക്കി. അവള് മിണ്ടിയതേയില്ല. നമ്മൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടേയിരുന്നു. ഒന്ന് ചിരിക്കുകയില്ല, ഒരു സന്തോഷമില്ല, ഒന്നും സംസാരിക്കില്ല, ഒന്നും തന്നെ ഇല്ല. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും, തുറിച്ചു നോക്കിക്കൊണ്ട്. അവളുടെ മനസ്സ് അത്രത്തോളം ബാധിക്കപ്പെട്ടിരുന്നു. ഏതോ ഒരു സംഭവമാണ് അവളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത്. നീ മനസ്സ് തുറന്ന് സംസാരിക്കേ, പറഞ്ഞാലല്ലേ കാര്യം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരു വാക്കുപോലും മിണ്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവളോട് എടുത്തു പറഞ്ഞു. നീ പോയി കർത്താവിന്റെ കാൽക്കൽ വീണ് കുരിശിനു മുൻപാകെ നിൽക്കുക. അവനാണ് നിന്റെ ദുഃഖങ്ങളെല്ലാം അകറ്റുന്ന യേശു. നീ മനസ്സ് തുറന്ന് കർത്താവിനോട് നിന്റെ ദുഃഖങ്ങളെല്ലാം പറയുക. അവൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം എന്നോട് പറയുക എന്നു പറഞ്ഞ് ഞങ്ങൾ അവളെ ഉപദേശിച്ചു. തനിച്ച് ഒരു മുറിയിൽ പോയി നീ മനസ്സ് തുറന്ന് നിന്റെ എല്ലാ കാര്യങ്ങളും യേശുവിനോട് ഏറ്റുപറയണം. നിന്റെ മനസ്സ് മാറ്റാൻ ഒരു യേശു ഉണ്ട് എന്ന് പറഞ്ഞയച്ചു. അവൾ മുറിയിലേക്ക് പോയി മുട്ടുകുത്തി നിന്നു.
കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. അവളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളും ആ കുരിശിനു മുൻപിൽ അവൾ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിനകം തന്നെ 2 ദിവസം ഞങ്ങൾ സംസാരിച്ചു. ഒരു മാറ്റവും കണ്ടില്ല. എന്നാൽ ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ അവളുടെ ദുഃഖങ്ങളെല്ലാം കർത്താവ് അവളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി. ചിരിച്ചുകൊണ്ട് അവൾ പുറത്തു വന്നു. അവളുടെ മുഖത്തൊരു ഉന്മേഷം. ഞങ്ങളത് നേരിട്ട് കണ്ടതാണ്. ചിരിച്ചുകൊണ്ടാണ് അവൾ വന്നത്. അവൾ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം ഒരു 10 മിനിറ്റിനകം തന്നെ ഉണ്ടായതായി ഞങ്ങൾക്കറിയാൻ സാധിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എത്രയോ വർഷങ്ങളായി എന്തൊക്കെയോ ദുഃഖങ്ങളുണ്ട്. മനസ്സിൽ അതും പേറിക്കൊണ്ട് മനോദുഃഖം അനുഭവിക്കുകയായിരിക്കാം. എന്റെ പ്രശ്നം തീർക്കാൻ ആരാണുള്ളത്, എന്നെ സഹായിക്കാൻ ആരാ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ? കർത്താവിന്റെ പാദങ്ങളിലേക്ക് വരിക. അതിനാണ് യേശു ഉള്ളത്. അവൻ കുരിശിൽ നിങ്ങളുടെ കഷ്ടതകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ എല്ലാം കുരിശിൽ ചുമന്ന് അവന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് കർത്താവ് ഇന്ന് നിങ്ങളെ വിളിക്കുകയാണ്. എന്റെ അടുക്കൽ വാ മകനെ, എന്റെ അടുക്കൽ വാ മകളെ. നിന്റെ ദുഃഖങ്ങളെല്ലാം അകറ്റാൻ ഞാനുണ്ട് എപ്പോഴും നിന്റെ കൂടെ. നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കുവാൻ ഞാനുണ്ട് നിന്റെ കൂടെ. നീ മരിക്കേണ്ട ആവശ്യമില്ല. നീ ഭയപ്പെട്ട് ഓടേണ്ട കാര്യമില്ല. നീ എങ്ങും പോകണ്ട. നിന്നെ തേടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവത്യാഗം ചെയ്തത്. നീ എന്റെ അടുക്കൽ വരുമെങ്കിൽ നിന്റെ ദുഃഖങ്ങൾ അകറ്റി നിനക്കൊരു നല്ല ജീവിതം നൽകുന്നതിനായി ഞാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നു. നീ എന്റെ അടുക്കൽ വാ എന്ന് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നൽകാൻ കർത്താവ് സർവശക്തനാണ്. നിങ്ങളുടെ മനോദുഃഖങ്ങളെല്ലാം അകറ്റാൻ സർവശക്തനാണ് യേശു. യേശു എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ പല പ്രശ്നങ്ങളും കണ്ടും നേരിട്ടും അനുഭവിച്ചും തളർന്നുപോയ ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ പ്രശ്നം എത്ര തന്നെ വലുതായാലും ആർക്കും അത് മാറ്റാൻ പറ്റില്ല. ഈ പ്രശ്നത്തിനൊരു അറുതി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അല്ല പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിന് അസാധ്യമായ കാര്യം ഒന്നും തന്നെയില്ല. അവനെ കൊണ്ടെല്ലാം സാധ്യമാണ്. യേശുവിനെ കൊണ്ടെല്ലാം ചെയ്യാൻ കഴിയും. ഈ ലോകത്തിനോ മനുഷ്യർക്കോ പരിഹരിക്കാനാവാത്ത എല്ലാ പ്രശ്നങ്ങളെയും എന്റെ കർത്താവായ യേശുവിന് പരിഹരിച്ചു തരാനുള്ള സർവശക്തിയുമുണ്ട്. ഇന്ന് അവനാണ് നിങ്ങളെ വിളിക്കുന്നത്. ഒരു നിമിഷം അവന്റെ പാദങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട്, യേശുവേ, എന്റെ ദുഃഖങ്ങൾ അകറ്റേണമേ എന്ന് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളും എന്നോടൊപ്പം ചേർന്ന് കർത്താവിന്റെ പാദത്തിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. മുട്ടുകുത്തി നിൽക്കുക. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. യേശു ഇന്ന് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നിങ്ങളും മുട്ടുകുത്തി നിന്നുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം കർത്താവിനോട് ഏറ്റുപറയുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെല്ലാം അകറ്റി നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം നൽകും. കർത്താവ് പറഞ്ഞു, നീ എന്നെ വിളിച്ച് അപേക്ഷിക്കുക, എന്റെ മുഖം സ്വീകരിക്കുക, ഞാൻ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അകറ്റും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളുടെ മനോദുഃഖം മാറി മൃദുലമായ ഒരു ഹൃദയത്തെ കർത്താവ് ഈ നിമിഷം തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കൽപ്പിച്ചരുളുന്നതാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഈ മനോഹരമായ വേളയ്ക്കായി സ്തോത്രം യേശുവേ. അങ്ങയുടെ ഈ മക്കൾ യേശുവേ എത്രയോ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവേ. അങ്ങയുടെ കുരിശിനു മുൻപാകെ ഇവർ നിൽക്കുകയാണ് യേശുവേ. ആരുടെ അടുത്തേക്ക് ഇവർ പോകും? ആർക്കാണ് ഇവരുടെ പ്രശ്നം തീർക്കാൻ പറ്റുക? കാൽവരി കുരിശിൽ ഈ മക്കൾക്ക് വേണ്ടി അങ്ങ് ജീവത്യാഗം ചെയ്തില്ലേ? ഈ മക്കളുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരേ ഒരു സ്ഥലം, ഒരേ ഒരു നാമം യേശു മാത്രമാണ്. ഈ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ രക്തം ചൊരിഞ്ഞതോർത്ത് ഈ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരാത്മാവ് പോലും കണ്ണീരോടുകൂടി, മനോഭാരത്തോടുകൂടി, ദുഃഖത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുക എന്നത് അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത കാര്യമല്ലേ? എല്ലാവരും സന്തോഷമായി ജീവിക്കണം, സമാധാനമായി ജീവിക്കണം, അങ്ങയുടെ ഹിതം പോലെ ജീവിക്കണം, അനുഗ്രഹീതമായി ജീവിക്കണമെന്നല്ലേ അങ്ങയുടെ ആഗ്രഹം? അതിനായിട്ടല്ലേ അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? അങ്ങയുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയല്ലേ അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ഇന്ന് അങ്ങയുടെ ഈ മക്കളെല്ലാം തന്നെ കഷ്ടതകൾ അനുഭവിക്കുന്നു. അങ്ങയുടെ പാദങ്ങളിൽ വന്ന് തങ്ങളുടെ ദുഃഖങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഒപ്പം ചേർന്നിതാ പ്രാർത്ഥിക്കുകയാണ്. ഇവർ പ്രാർത്ഥിക്കുന്ന ഇതേ സമയത്ത് തന്നെ ഇവരുടെ മനോഭാരങ്ങളെല്ലാം മാറട്ടെ യേശുവേ. ഇവരുടെ ദുഃഖമെല്ലാം തീരട്ടെ, ഇവരുടെ വേദനകളെല്ലാം മാറട്ടെ യേശുവേ. ഇവർ സന്തോഷിക്കുമാറാകട്ടെ. ഇവരുടെ വേദനകളെല്ലാം അകറ്റി ഇവർ സന്തോഷമായിരിക്കട്ടെ. മനസ്സിൽ എന്തൊക്കെ വേദനകളുണ്ടെങ്കിലും അതെല്ലാം അകറ്റിത്തരുന്നവനാണ് യേശു. ഒരു സെക്കൻഡ് കൊണ്ട്, ക്ഷണനേരം കൊണ്ട് എല്ലാ ദുഃഖങ്ങളും അകറ്റുമാറാകണേ. നിന്റെ ദുഃഖം സന്തോഷമായി തീരും
എന്ന് അങ്ങ് പറഞ്ഞിട്ടില്ലേ യേശുവേ? ആ സന്തോഷം കൊണ്ട് മനസ്സുകളെ നിറയ്ക്കുന്ന ദേവൻ യേശുവാണെന്നുള്ളത് ഈ മക്കൾ മനസ്സിലാക്കട്ടെ. ഒരത്ഭുതം ഈ മക്കളുടെ ജീവിതത്തിൽ ചെയ്യുമാറാകണേ. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം യേശുവേ. എല്ലാ മനോദുഃഖങ്ങളെയും അകറ്റി ഈ മക്കൾക്ക് ഒരു സന്തോഷകരമായ ജീവിതം നൽകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ജീവനുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. സന്തുഷ്ട കുടുംബം. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. അതുമാത്രമല്ല, നാളെയും മറ്റന്നാളും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോട് മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.